കൂട്ടാ. എടോ കൂട്ടാ. അമ്മ എവിടെ? അത് ശരി, അച്ഛനെ പറ്റിക്കാൻ വേണ്ടി അമ്മയും മോനും കൂടെ ഒളിച്ചിരിക്കുകയാണല്ലേ? അയ്യോ, മോൻ എന്തിനാ അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? അച്ഛനെ വാസനിക്കാം. അച്ഛൻ ഇന്ന് നല്ല മണം. മോന്റെ ദേഹത്ത് അച്ഛനെ പുരട്ടി തരട്ടെ? വേണ്ട, എനിക്കിതുപോലെ അച്ഛനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനാ ഇഷ്ടം. അമ്മ ഇതൊക്കെ വേഗം ഒളിപ്പിച്ചോ, അല്ലെങ്കിൽ അച്ഛൻ പെട്ടെന്ന് പോവും. മോൻ പേടിക്കണ്ട, അച്ഛൻ പോയില്ല. ഇന്ന് മുതൽ മോൻ മതിയെന്ന് പറയുന്നവരെ നമ്മളിവിടെ കളിയോട് കളിക്കണ്ട. ആദ്യം പോയി കുളിക്കാൻ നോക്കോ. ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. തണുത്ത വെള്ളത്തിൽ കുളിച്ച് അസുഖം വരുത്തണ്ട. ഇതാ ചൂടുവെള്ളം. അച്ഛനെ ഞാൻ കുളിപ്പിക്കാം. അമ്മേ ഞാൻ കുളിച്ചതാ. ഒന്നുകൂടെ കുളിക്കാം, ഒരു കുഴപ്പമില്ല. ചെറുകഞ്ഞൊക്കെ നീ തിന്നാലെങ്ങനെ? നിങ്ങൾ അതൊക്കെ അവിടെ വെച്ചേ, ഞാൻ ചെയ്തോളാം. വന്ന് കേറി അപ്പ അടുക്കളയിലെത്തും. ആ സൂപ്പ് എടുത്ത് മോനും കൊടുത്തേ. ആ, അതിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അമ്മേ, അച്ഛൻ സൂപ്പ് ചലാക്കി. അയ്യോ, അച്ഛാ പതുക്കെ. എവിടെടാ? ആ കുമ്പളാക്കൂട്. കുട്ടികളൊന്നുമില്ല മോനെ, 3 മുട്ടേ ഉള്ളൂ. മോനെ കാണണോ? എനിക്ക് കാണണം. അയ്യോ, അത് തുടരുത്, പാവം കിട്ടും. തൊട്ടാ പിന്നെ വിരിയില്ല. എനിക്ക് കാണണോ അച്ഛാ? കണ്ടോ? ഇല്ല. ഇപ്പൊ കണ്ടോ? ഇല്ല. ഇപ്പോഴോ? കണ്ട്. എന്താണ് നീ കണ്ടത്? അയ്യേ, സാരമില്ല, കുളിച്ചാ മതി. എത്ര പ്രാവശ്യം കുളിക്കുന്നേ? മൂളുന്നൊരീണം ശ്രീരാഗമായൻ ഉള്ളിനുള്ളിലെന്നുമെന്നും വരമേകും തൂവൻ കിനാവിൻ പൊൻതൂവലാലൻ ഏകാന്ത മൗനം നീ അലിഞ്ഞലിഞ്ഞു തഴുകി ലയലോലം la 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 സന്ധ്യകളിൽ നറുമുന്തിരി പോൽ ചെറുതാരകളുതിരുമ്പോൾ
കളിയാടാനും കഥ പറയാനും കനവിലൊരു ഞാനുണരും നിൻ കുരുന്നു മോഹശലഭം അതിലാടും. എടാ, നീ എന്തിനാ വെറുതെ ആ സൂപ്പർവൈസറോട് ചൂടാവുന്നത്? ഇവിടെ സിമന്റ് ചാക്ക് പൊട്ടിക്കുന്നതിന് മുമ്പേ ഹെഡ് ഓഫീസിൽ നിന്ന് നിന്റെ അമ്മായിച്ചൻ അയാളോട് വിളിച്ചു പറയും ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടതെന്ന്. റേഷ്യോ അല്പം കുറഞ്ഞാലും കെട്ടിടത്തിന്റെ ഉറപ്പ് കുറയില്ലത്രേ. ഇവിടെ ഇറക്കേണ്ട ഒരു ലോഡ് സിമന്റ് ഇറക്കാതെ നേരെ ഗോഡൌണിലേക്ക് അയക്കാനും അയാളോട് പറഞ്ഞു എന്ന്. ഞാൻ പോട്ടെ, നീ 2 ദിവസം കഴിഞ്ഞില്ല അങ്ങോട്ടുള്ളൂ. ഹലോ, ഞാനാ. എന്തേ? ഞാൻ സൂപ്പർവൈസ് ചെയ്യുന്ന കൺസ്ട്രക്ഷനെ കൈയിട്ട് സിമന്റ് കക്കരുതെന്ന് നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം. ഏറിയ ഒരു 100 ചാക്ക് സിമന്റിന് ലാഭം. അതൊരു ചീപ്പ് ബിസിനസ് അല്ലേ ഭാരതി? ഞാൻ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട. ലാഭം ഉണ്ടാക്കാൻ വേറെ മാർഗം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഫോണിലൂടെ അവരെ അവമാനിച്ചു എന്ന് പറഞ്ഞ നീ വീണ്ടും അത് ഒഴിവാക്കാനാ നിന്നെ വിളിച്ചു പറഞ്ഞത്. ഈ അച്ഛനെ കൊണ്ട് സ്വരതന്ത്രികളിൽ വരമന്ത്രവുമായി ശുഭകരഗാഥകൾ പാടാ കൂടണഞ്ഞു വീണ്ടും ഉണർവിൻ കണിയാവാം കാതോരമാടും ശ്രീരാഗമായൻ ഉള്ളിനുള്ളിലെന്നുമെന്നും വരമേകും അയ്യോ, എന്റെ സൈക്കിൾ പോണു. അയ്യോ, മോനെ, മോനെ, മോനെ ഓടരുത്, മോനെ ഓടരുത്, നിൽക്കവിടെ. മോനെ, മോനെ നിൽക്കവിടെ. എനിക്ക് സൈക്കിൾ വേണം. അയ്യോ, എന്റെ സൈക്കിൾ. മോന്റെ സൈക്കിള് പോയി. സൈക്കിൾ എങ്ങോട്ടാ പോയത്? അതങ്ങ് സ്വർഗത്തോട്ട് പോയി. നമുക്ക് വേറെ വാങ്ങിക്കാം. കണ്ടോ, അമ്മ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. മോൻ എന്തിനാ ഇങ്ങോട്ട് ഓടിയായി? അമ്മ അറിയണ്ട. അച്ഛനും ശ്രീകുട്ടനും കൂടെ ആ സ്വർഗത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാലോ? സൈക്കിൾ ഇട്ടില്ലേ? നല്ല കഥ. ഇപ്പൊ സ്വർഗത്തിലോട്ട് എന്നാലേ അവിടെ മോന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാവും. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് അവര് നമ്മുടെ ചെവിക്ക് പിടിച്ചാലോ? നമ്മൾ സൈക്കിൾ എടുക്കാൻ വന്നാണെന്ന് പറയും. അയ്യോ, അത് വേണ്ട. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണ്ട.
പാവമല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും? അവര് മോന്റെ സൈക്കിൾ എടുത്ത് കളിച്ചോട്ടെ, എന്താ? മുത്തച്ഛനും മുത്തച്ഛിയും ഒക്കെ മരിച്ചു എന്നല്ലേ അമ്മ പറഞ്ഞത്? അതെ, പിന്നെ എങ്ങനെയാ അവരെന്റെ സൈക്കിൾ എടുത്ത് കളിക്കുന്നത്? മരിച്ചുപോയ മോന്റെ മുത്തശ്ശനും മുത്തശ്ശി ഇപ്പൊ സ്വർഗത്തിലല്ലേ ഉള്ളത്? അതെ. അതുപോലെ തലകുത്തനെ താഴേക്ക് പോയ സൈക്കിളും ഇപ്പൊ സ്വർഗത്തിലെത്തി കാണും. അപ്പൊ മോന്റെ സൈക്കിൾ മരിച്ചു പോയിട്ടുണ്ടാവും. ആ, മരിച്ചു എന്ന് കരുതി മോന്റെ സൈക്കിൾ ഒന്നും പറ്റുകയില്ല. ആര് മരിച്ചാലും സ്വർഗത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അവര് മിന്നാമിനുങ്ങായിട്ട് മാറും. ഹായ്. ആ, രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ പറന്നു നടക്കുന്ന മിന്നാമിനുങ്ങിനെ മോൻ കണ്ടിട്ടില്ലേ? അത് മുഴുവൻ മരിച്ചുപോയ ആളുകളാ. അക്കൂട്ടത്തില് മോന്റെ മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്. മോന്റെ സൈക്കിളും ഉണ്ട്. ആ